എൻ്റെ പൊന്ന് ബഷീർക്ക, ഏത് നേരത്താണോ ഈ സിനിമ എടുത്ത് ഞാൻ തലയിൽ വെച്ചത്? ഷോ, ലിബർട്ടി എന്നൊരു സാധനമുണ്ട്, അതോർത്തോണം. ആ സാർ, ഒരു കഥ சொல்லட்டுமா? അയ്യോ വേണ്ട വേണ്ട. ആക്ഷൻ, കോമഡി, റൊമാൻസ്, ട്വിസ്റ്റ്, ഒരു പക്ക എന്റർടൈനർ. വേണ്ട വേണ്ട, നീ ഈ കഥയൊന്നും എന്നോട് പറയണ്ട. ഫാമിലി എന്റർടൈനർ ഒന്നും അല്ല. ഞാൻ അങ്ങോട്ടൊരു കഥ പറയാം, റിയലിസ്റ്റിക്കാ. പ്രൊഡ്യൂസർ അവസാനം കടം കയറി ആത്മഹത്യ ചെയ്യുന്നൊരു കഥയാ. വേണോ? ഒന്ന് പോടേ, മൊട്ടയൊന്നും വിരിഞ്ഞില്ല, സിനിമയാന്നും പറഞ്ഞ് നടക്കുക. 2-3 മാസം ലോക്ക്ഡൗൺ ആണെന്നും പറഞ്ഞ് വീട്ടിൽ ഉള്ള കൊറിയനും സ്പാനിഷും ഫ്രഞ്ചും സിനിമകൾ കണ്ട് അടിച്ചു മാറ്റി സിനിമ എടുക്കാനാന്നും പറഞ്ഞു. എടുത്ത സിനിമ എങ്ങനെ ഇത് റിലീസ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് പ്രൊഡ്യൂസർമാർ നടക്കുക. നിങ്ങൾക്കതൊന്നും മനസ്സിലാവത്തില്ല. ഈ മാസ്ക് ഒക്കെ കണ്ടുപിടിച്ചവന്മാരാരാന്ന് കേറത്തുമില്ല. പിന്നെ കണി കണ്ടോണ്ടാ ഇറങ്ങുന്നത്. തമ്പുരാൻ അറിയാം എന്തു ആവുമെന്നുള്ളത്. തുടക്കത്തിലെ പുച്ഛം, ഇതുകൊണ്ടൊന്നും ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഹലോ, സ്കെച്ച് വേണം? ഓക്കെ, ഞാൻ വന്നോളാം, ഞാൻ വിളിക്കാം. ആ എന്തായി, ചിരിപ്പോയില്ലയോ? പുള്ളിക്കാരൻ തെറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പുള്ളി ഒരു പടം കമ്മിറ്റ് ചെയ്ത് അതും ഇറക്കാൻ പറ്റാണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടിരിക്കുകയെന്ന്. ഇനിയിപ്പോ നമ്മളെന്തോ ചെയ്യും? നീ ഒരു മസാല പടം പിടി, നമുക്ക് ആ ഒമർ ലുലുവിനെ പോയി കാണാം. ലുലു മാളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ആ ലുലു മാളല്ലടാ, ഒമർ ലുലു. ഒമർ ലുലു അതാരാ? ഒരു ഡയറക്ടറാ. ആ, നമുക്കെന്നാ പോയി കണ്ടാലോ ഇപ്പൊ തന്നെ? അയാളെ പോയി കാണുമൊന്നും വേണ്ട. നീ ഒരു പണി, കണ്ട പട്ടി വെള്ളം കുടിക്കരുത്, അതുപോലത്തെ ഒരു 4-5 ടിക്ടോക്കി അങ്ങേര് നിന്നെ തപ്പി പിടിച്ച് വന്നോളൂ. എന്നാ വാ, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ടിക്ടോക്ക് തുടങ്ങാം. അയ്യോ ഇന്ന് വേണ്ട, ഇന്ന് വെള്ളിയാഴ്ച. ഒരു പണിയാം, ഇന്ന് വേറൊരു പരിപാടി ഉണ്ട്, കുറച്ച് ചില്ലറ അടയുന്ന കേട്ടോ. ബഗർ, ഈ വണ്ടി ഇതുവരെ വിൽക്കാറായില്ലയോ? പോവാം. ആ പോവാ. പിടിച്ചിരുന്നോണ്, പറന്ന് പോവരുത് കേട്ടാ. ആ, അന്നേരാദ്യം പറപ്പിച്ചു വിടാൻ നോക്ക്. ഇത് കണ്ടോ അണ്ണ? അവന്റെ വിലക്ക് മാറ്റാതെ അവനിനി ഒരു പടത്തിലും അഭിനയിക്കണ്ടെന്നാ പറയുന്നത്. ഇനി ആരും ബെന്നിയുടെ പടം എടുക്കത്തുമില്ല എന്ന്. ആദ്യമായിട്ടൊരു പടം സംവിധാനം ചെയ്തിട്ട് അവസാനം അത് പെട്ടിയിരിക്കുന്നാ തോന്നുന്നു കേട്ടോ. എനിക്കിത് കഴിഞ്ഞിട്ട് ദിലീഷ് പോത്തന്റെ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ പോണമെന്നേ. ദിലീഷ് പോത്തന്റെ പടവോ? കഥ റെഡിയായോ? പിന്നെ അണ്ണ കഴിക്ക്. പക്ക റിയലിസ്റ്റിക് സ്റ്റോറിയാ. ഒരു ക്യാമറമാൻ കല്യാണത്തിനൊക്കെ ഫോട്ടോ പിടിക്കുന്ന പുള്ളി ഒരു ഫോട്ടോഗ്രാഫിക്ക് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു KSRTC ബസ്സിൽ കയറി ദൂരോട്ട് പൊക്കൊണ്ട് ബസ്സിന്റെ ബാക്കിൽ ഇരുന്നൊരു കള്ളൻ പുള്ളിയുടെ ക്യാമറ അടിച്ചോണ്ടങ്ങ് പോയി. വേണേ ആ കള്ളൻ ലെൻസ് അങ്ങ് വിഴുങ്ങിക്കോട്ടെ. പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ റിയലിസ്റ്റിക് അല്ലയോ? ഓ, മകേഷിന്റെ പ്രതികാരവും തൊണ്ടി മുതലോട് ഇയാളങ്ങ് കുഴച്ചു. കൊള്ളാവല്ലോടാ കള്ള തിരുമാലി. മനസ്സിലായി കേട്ടാ? പിന്നെ നീ ഇത് ദിലീഷ് പോത്തനോട് പറഞ്ഞായിരുന്നു? ഏയ് ഇല്ല. എന്നാ ഇപ്പൊ തന്നെ ചെന്ന് പറ, ഇപ്പൊ തന്നെ പടം ഓണാവും. എടാ, കോപ്പി അടിക്കുവാണെങ്കിൽ മിനിമം ഒരു കൊറിയൻ പടമെങ്കിലും കോപ്പി അടിക്കണം, മനസ്സിലായോ? അണ്ണൻ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ പൃഥ്വിരാജിനെ പറ്റി ഇടിവെട്ട് സബ്ജക്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, കഥയൊക്കെ ആസ് യൂഷ്വൽ, പക്ഷെ ക്ലൈമാക്സ് ഒരു ഇടിവെട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട്. പുള്ളി തന്നെ വില്ലനാകുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും, ഇല്ലയോ? അണ്ണനോട് ഞാൻ ഈ കഥ പറഞ്ഞായിരുന്നു. എടാ, ഇതുപോലത്തെ 5-6 അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, വല്ല സ്പാനിഷോ ഫ്രഞ്ചോ വല്ലതും എടുത്തോണ്ട് വാ. ദുബായിൽ നിന്ന് ഒരുത്തം വന്ന് ചാടിയിട്ടുണ്ട് കള്ളപ്പണവും കൊണ്ട്. അവനെ നല്ലപോലെ അങ്ങ് വെളുപ്പിക്കാം. അവനെയും വെളുപ്പിച്ച് അവന്റെ കുടുംബവും വെളുപ്പിച്ച് വലിപ്പിക്കാം. അവള് കിട്ടൂടെ? ഓ, ഒന്നും നടക്കത്തില്ല, അവക്ക് ഭയങ്കര ചാട. പ്രൊഡ്യൂസർ വരാൻ സമ്മതിച്ചു. സമാധാനമായി. ഇന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഞാൻ ആ ബെന്നിയുടെ മാനേജറോടെ സംസാരിച്ച് സംസാരിച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ആ ഇൻ്റർവ്യൂ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം അതെ അതെ ആ ബെന്നിയെ കുറ്റം പറയാൻ ഒക്കത്തില്ല. ആ ഇൻ്റർവ്യൂ ചെയ്തതിന് എത്ര കൃത്യമായിട്ട് ഇതെല്ലാം അറിഞ്ഞത്. യവൻ്റെ സെറ്റിലെ കഞ്ചാവ് പരിപാടി മാത്രമല്ല, യവൻ ഈ പടത്തിൽ നിന്ന് മാറി ആ മട്ടാഞ്ചേരിയിലെ മറ്റേ ആ ലൊക്കേഷനിൽ പോയി ജോയിൻ ചെയ്തു വരെ ആ പത്രക്കാർ കൃത്യമായിട്ട് അറിഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാരേലും പറഞ്ഞു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ പത്രക്കാരെങ്ങനെ ഇതറിയുന്നേ? അതെ, പറഞ്ഞു കൊടുത്തായിരിക്കും. അണ്ണ എന്താ എന്നെ നോക്കുന്നേ? നടി ലാവണ്യും അവനും തമ്മിലുള്ള അഫയർ സിനിമാ സെറ്റിൽ കഞ്ചാവ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം
ഓക്കെ. അഞ്ചാമതെന്നുള്ള കാര്യം ആ. നടന്മാര് പ്രതിഫലം കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ വേണ്ട എല്ലാ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സംഭവം ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതെല്ലാം നീ എടുത്തു ചോദിക്കണം. ട്രോളന്മാർക്ക് ഒരാഴ്ചത്തേക്ക് പൊങ്കാല ഇടാനുള്ള വകുപ്പ് അത് നീ ഉണ്ടാക്കും. പൊങ്കാലയ്ക്കുള്ള വകുപ്പ് എന്തായാലും ഞാൻ ഉണ്ടാക്കാം. അത് മതി, അത് മതി, അത് മാത്രം മതി. അതെ, ആ, ഒന്നില്ലേ നിനക്ക് ഡേറ്റ് ഒന്നുമില്ലേ? അവനിട്ട് പണി കൊടുക്കണോ? എന്റെ പൊന്ന് VIP. VIP അല്ല, ജോക്കി, വീഡിയോ ജോക്കി. എടാ ജോക്കി, സിനിമാക്കാരൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഡേറ്റ് തന്നവനെ നാളെ തന്തയ്ക്ക് വിളിക്കണം. ഇന്ന് പണം മുടക്കാൻ കാശ് എന്ന പ്രൊഡ്യൂസറിനെ നാളെ കാല് വാരണം. അതാണ് ഒരു യഥാർത്ഥ സിനിമാക്കാരൻ. നീ സിനിമാക്കാരനാടാ. പിന്നല്ലാതെ. മട്ടാഞ്ചേരി ഞാൻ കഞ്ചാവാണ്. അത് കണ്ടാലും പറയാം. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഡ്രഗ്സിന്റെ യൂസ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? വർണ്ണശലഭമായിട്ടുള്ള ഒരു രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തോന്നടേ? എന്നാലും നീ എന്തൊരു ചെയ്തോടാ നീ ചെയ്തത്? ചേട്ടാ, നമ്മുടെ പടത്തിനൊരു പ്രൊമോഷൻ. ആ ഇന്റർവ്യൂ എടുത്തിട്ട് ഇപ്പൊ ട്രോളന്മാര് ട്രോളെന്ന് കണ്ടില്ല ചേട്ടാ. നമ്മുടെ പടത്തിന് ഇപ്പൊ എന്നെ ഹൈപ്പാ. നീ ആള് കൊള്ളാമല്ലോടാ. കാലുവാരി തന്നെ തുടങ്ങണം, സിനിമാക്കാരൻ തന്നെ. മോനെ സംവിധായക, കുബേരയിലെ ദിലീപിന്റെ വണ്ടിയെക്കാളും കഷ്ടമാണല്ലോ അണ്ണാ ഈ വണ്ടി. വണ്ടിയെ കുറ്റം പറഞ്ഞോ തെണ്ടി, എടുത്ത് മാറ്റടാ നിന്റെ കുണ്ടി. വേണ്ട, എടുത്ത് മാറ്റുവേ. ഓ, ഇതാ പറയുന്ന ലുട്ടാപ്പിയെ പോലെ സെൽഫി ആയാൽ മതിയെന്ന്. അതാവുമ്പോ ഒറ്റ ഒരുത്തനെയും കുന്തത്തെ കയറ്റണ്ടല്ലോ. പോലീസ് വല്ലോ ആന്നോ? കുളത്തില് സ്രാവ് വല്ലതും ഉണ്ടോ എന്തോ? എങ്ങോട്ടാ? അവിടെ നിക്ക്, ഞാൻ പോയച്ചും വരാം. അകത്ത് ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല. ഓ, ജിഗ് ജിഗ് ചക്കം ജയ് ജയ്, ജിഗ് ജിഗ് ചക്കം ജയ് ജയ്. ഹൈ കുളിസിൻ, അതിനവിടെ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. എന്തുവാടേ? ഏതാ പയ്യൻ? അവന് കുഞ്ഞമ്മയുടെ മോനാടാ. ഈ സിനിമാ മോഹൻ തലയ്ക്ക് പിടിച്ചടക്ക്. രാവിലെ ഒരു പ്രൊഡ്യൂസറിന്റെ വായിച്ചിരിക്കുന്ന കേട്ടിട്ട് വന്നത്. അങ്ങനെ കൊച്ചായി കാണല്ലേ. ഇപ്പം വായി തോന്നി വൃത്തിയോട് പറഞ്ഞാൽ വൈറലാകുന്ന കാലം. കുഴപ്പമില്ല, കാശുള്ളതുകൊണ്ട് കൊണ്ട് കിടക്കുന്നു. വാ. അയ്യോ, അതാരാ? എവനാണ് എവനും ഒരു തിരക്കഥാകൃത്ത. അവനെ വരാൻ വേണ്ടി കഞ്ചാവ് വലിച്ചോണ്ടിരിക്കും. അയ്യോ, പണ്ടൊന്ന് കൊച്ചി കഥ പറയാൻ പോയത്. എന്നിട്ട് എന്തോ ഏതോ ഒരായപ്പനെ അവന്റെ സ്ക്രിപ്റ്റ് അടിച്ചോണ്ട് പോയി സരോജ് കുമാർ ആവുകയും ചെയ്ത് ഈ ഉദയഭാനു ദയഭാനുമായി സിനിമ പുളുത്താൻ നടക്കുന്ന കൊറേ എണ്ണം. യവനെയൊക്കെ ഇന്നാ കുറച്ച് സാനിറ്ററി നാപ്കിൻ. രണ്ടും അല്ല, സാനിറ്റൈസർ. അതാണ്ട് ഉള്ള ബോധം പോയി. ഇനി എപ്പ ഉണരുവോ എന്തോ. എന്തൊരു ഓട്കടം. അയ്യോ സംഭവം മാറിപ്പോയണ്ണ. സോറി അണ്ണ, അച്ഛനെ അറിയിക്കുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചു. എന്നാ കൊണ്ടുപോകും. എന്തായാലും ഇതിനേക്കാൾ നല്ലത് അതായിരുന്നു. ഇതോട്ടിരിക്കട്ടെ. ഹോ, കംപ്ലീറ്റ് അധോലോക സെറ്റപ്പാ. ഈ അണ്ണന്മാരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. പക്ഷേ സുനാമി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് ഓടും? എന്തൊരു ഏരിയ ഇത്. അത് വിട്, നമ്മുടെ കാര്യം എന്തുവായി? പിള്ളേർ സ്കെച്ചിട്ടിട്ടുണ്ട്. പോലീസുകാരൊക്കെ നമ്മളോട് അണ്ണൻ ധൈര്യമായിട്ട്. പല തരത്തിലുള്ള കൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഇത് ആദ്യമായിട്ടാ. ഓരോരോ പാട്ടി തീട്ടങ്ങൾ. എടാ, ഞാൻ ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടാക്കി വെച്ച് പോരായോ? അതൊന്നും വേണ്ട, അവനാതൊന്നും അറിയണ്ട. അണ്ണൻ അവനെയും കൂട്ടിക്കും. അണ്ണാ സമയമില്ല, പിള്ളേർ വെയിറ്റിങ്. അണ്ണാ പെട്ടെന്ന് വീട്ടിൽ വിടാൻ സമയമില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യേണ്ടി വരും. അണ്ണാന്ന് നോക്കിക്കേ, അവന്മാരെക്കാളും വലിയ ഉടായിപ്പാ ഞാൻ. അവന്റെയൊക്കെ തന്തേ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ഇതാ നോക്ക്. എടാ നീയേ എന്റെ വാട്സാപ്പിലോട്ട് അതൊക്കെ സെൻഡ്. അണ്ണാ അണ്ണ എന്താണ് ബെല്ലേക്കൊണ്ടൊന്നും അമർത്താത്തത്? അണ്ണാ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അണ്ണ എന്റെ ബെല്ലേക്കൊണ്ടൊന്നും അമർത്തിച്ച് പോണേ. മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാ വീട്ടിലും യൂട്യൂബ് ചാനലാ. തൂക്കടാ അങ്ങോട്ട്, അങ്ങോട്ട് ആഞ്ഞു തൂക്കടാ. ഒരു ദിവസം ഞാനിങ്ങ് തൂക്കും. എന്തോ മഴയായത്. എന്റെ അനിയൻ സിനിമ നടനായതുകൊണ്ട് അവന്റെ ചെലവി പണിയെടുക്കാതെ സുഖിച്ചു കഴിയാൻ വന്ന ഫാൻസുകാരല്ലേടാ നീയൊക്കെ. തൂക്കടാ അങ്ങോട്ട്. വായി നോക്കിയോട് നിക്കുവാ ആലവലാതി. അവനൊക്കെ എന്തോ കൊള്ളാം. ഫാൻസ് ആണത്രേ, ഫാൻസ്. ദേ അവിടെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ തൂക്കാനുള്ളതാ. മേലെണെങ്കിൽ അവൻ അപ്പം വീർക്കും. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. എന്തായി ബിജുചേട്ടാ? എല്ലാം ഒന്ന് ഒത്തീർപ്പാക്കി വരുവാ. പ്രൊഡ്യൂസർ ശങ്കർദാസ് ഗസ്റ്റ് ഹൗസിലോട്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും ഞങ്ങളൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. ഒങ്ങുന്നില്ലെന്നൊന്നും പറയാതെ എന്തോന്ന് വിചാരിക്കും നാട്ടുകാര്. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇതുകൂട്ട് കൈയും കാലും ഒക്കെ പൊക്കി വെക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടിട്ടാ ബാക്കി നടന്മാരും കോപ്പി അടിച്ച്
ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നത്. നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? നമ്മൾ വിടണം. ചായ പൊക്ക്. നിർത്താം. മതി ബ്രോ, നമുക്ക് നിർത്താം. നമുക്കേ ഇനി റിയലിസ്റ്റിക് പടം മതി. അതാവുമ്പം ശരീരം അനങ്ങി പണിയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഏത് നമുക്ക് റിയലിസ്റ്റിക് മതി. അതാ ചാനല്ലേ റിയലിസ്റ്റിക് പടമാണ് നല്ലത്. എങ്ങാനും കൊമേഴ്ഷ്യൽ പടം വല്ലതും ചെയ്ത് സ്റ്റണ്ട് വല്ലതും ചെയ്ത് തല കുത്തി നിന്ന് മൂക്കിന്നും വായിന്നും ഒക്കെ വെള്ളം വന്ന് ഛർദിച്ച് തൂറി മെഴുകി എന്തിനാ ബ്രോ പീസ്, റിയലിസ്റ്റിക് മതി. സംസാരിക്കുന്നൊക്കെ കൊള്ളാം. അവനെതിരെയുള്ള വിലക്ക് മാറ്റാൻ സംഘടനയോട് എടുത്തു പറയണം. എന്തോന്ന് ചങ്കടനെ. ഇച്ചാന്റെ പടം തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിലേ നമ്മൾ DDT ഇട്ട് വെക്കും. സിനിമ ഇറങ്ങില്ലെങ്കിൽ DDT വെക്കേണ്ടി വരും. അല്ലടാ, അതിനിപ്പോ DDT ഒക്കെ വിൽക്കുന്നുണ്ടോ ആരേലും? ഓ, ആ DDT അല്ല, ഇത് ഇന്റർനെറ്റിലൊക്കെ വിൽക്കണ DDT ആണ്. DDT അല്ലേടേ, OTT. നീ കംപ്ലീറ്റ് തോൽവിയാണല്ലോടെ. വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലയോ? വേണ്ടേ, സംഘടന പിണക്കിക്കൊണ്ട് നമുക്കൊന്നും വേണ്ട. പൃഥ്വിരാജ് ഏതാണ്ട് ആനയുടെ ജീവിതം എടുത്ത് സിനിമയാക്കാൻ പോകുന്നു. നമുക്ക് ഏതെങ്കിലും നോവൽ എടുത്ത് വലിയ സിനിമയാക്കി അവനെ വലിയ നിലയിൽ എത്തിക്കാനുള്ളതാ. ആനയുടെ ജീവിതമല്ല, ആടിന്റെ ജീവിതമാ. ഞാനേ ഖസാക്കിന്റെ ഇതിഹാസം ഒരു സിനിമ ആക്കാൻ ഒരു പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഖസാക്കോ? കേൾക്കുമ്പോ തന്നെ രോമാഞ്ചം. അല്ല, ചരിത്രത്തില്ലേ ഈ റസാക്ക് ഏത് ചരിത്ര പുരുഷനായിട്ട് വരും? റസാക്കേ കുഞ്ഞാലി വരക്കാരുടെ തന്ത. കുഞ്ഞാലി വരക്കാർക്ക് അങ്ങനെ ഒരു തന്തയോ? ഓ ഓ ഓ ഓ ഓ തന്ത തന്ത. മൊത്തം കണ്ണാടി കൂടുകളാണല്ലോ. ദൈവമേ, ആ പെണ്ണുമ്പിള്ളേങ്ങനെ മണ്ടയ്ക്കോട്ടെങ്ങനെ നോക്കുക എന്തോ. ഷഡ് ഇടണ്ടായിരുന്നു. ഏത് ഇതിഹാസ നായനാണേലും ശരി 10-20 പേര് നമ്മുടെ അച്ഛൻ ഇടിച്ചിടണം. പിന്നെ പ്രഭുദേവ അച്ഛനെ പോലെ ഡാൻസും കളിക്കണം. മറ്റേ മഹാബലിയെ പോലെ പന വിളച്ച് കൊട്ടാരത്തിൽ ചാടുകയും വേണം. മഹാബലി അല്ല, ബാഹുബലി. ഒന്നും അറിയത്തില്ലേ? എണീക്കടാ, പോയി തൂക്കടാ. വന്നേക്കോ അവൻ. വേണ്ടേ, ഇത് കഴിഞ്ഞിട്ട് ഇനി തേങ്ങ പറിക്കാനുള്ളതാ. ഫാൻസുകാരനാണത്രേ, ഫാൻസുകാരൻ. പേപ്പർ വലിച്ച് ജയിഹിന്ദ് വിളിക്കാൻ അറിയാം. ആലവലാതി. വലിയുണ്ടോ അച്ചായ? വലിപ്പിക്കലടാ മോനെ. ഇവിടെ എന്താ പരിപാടി? ഒരു നടന്റെ ഫ്ലെക്സിബിലിറ്റി നാട്ടുകാരെ തെളിയിക്കാൻ കിട്ടിയ അവസരം. വേറെ പണിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞാണ് ഈ വധൂരിയോട്, കേക്കണ്ടേ? പോയേക്കാം, പിടിക്കട്ടെ. കറക്റ്റ്. അച്ഛനെനിക്ക് ആ ട്രബിളിന്റെ അസുഖം ട്രബിളിന്റെ അച്ഛന് നല്ല മണം. സ്വണത്താതെ പാടി. എല്ലാരും വന്ന് കുനിരി കുത്തിരി ഇരി. ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലാൻ വേണ്ടി രാജേഷ് ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു. പ്രൊഡ്യൂസർ എങ്ങോട്ടൊക്കെ കറങ്ങാൻ പോയിട്ട് അതുവഴി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നുമില്ല, വിലക്കെങ്കിലും ഒന്ന് മാറ്റണം. എന്നാലേ നമുക്ക് പത്രക്കാരുടെ വായെങ്കിലും ഒന്ന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പത്രക്കാരുടെ വായ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അടപ്പിക്കും. ഏത് നമ്മുടെ ഇച്ചാന്റെ പോയി ഇമേജ് നമ്മൾ തിരിച്ചു പിടിക്കും. മതി, നിർത്ത്. ആ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. തൽക്കാലം കുഴപ്പത്തിനൊന്നും പോകണ്ട. നമ്മളൊരു പരുവത്തിന് അങ്ങ് നിന്നാ മതി. ഇത് കഴിഞ്ഞ് നമുക്ക് പണി കൊടുക്കാം. തൽക്കാലം പോയി ഒരുങ്ങ്. ഹലോ, പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് വഞ്ഞാറ. ഇതാരാ? ചേട്ടാ, ഞാൻ ടിനു ചേട്ടാ. ഞാൻ നാളെ ഈ ചാൻസിന്റെ കാര്യമൊക്കെ ചോദിച്ച് വിളിച്ചായിരുന്നു. എൻ്റെ പൊന്നു ടിനു, ഇവിടെ കൊറോണ കാരണം ഷൂട്ടിംഗ് ആകെപ്പാടെ മുടങ്ങിയിരിക്കുക. ഇതിൻ്റെ പേരിൽ ആ പ്രൊഡ്യൂസറുടെ വായിരിക്കുന്ന തെറി മൊത്തം ഞാൻ നിന്ന് കേട്ടു. ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എൻ്റെ മുത്തശ്ശൻ ഇന്നലെ സ്വപ്നത്തിൽ വന്നേച്ച് പറയുക, നീ സിനിമ പുളുത്താൻ ഇറങ്ങിയിട്ട് മനുഷ്യന് നരകത്തിൽ പോലും സ്വസ്ഥതയില്ലല്ലോ. നീ ഒന്ന് ഫോൺ വെച്ച്. ആരാണ് ബൈ ഫോണിൽ? ഓ, നമ്മുടെ ഒരു പയ്യനാ, ചാൻസ് വെച്ച് വിളിച്ചതാ. എന്നിട്ടാണോ നിങ്ങൾ അവനെ വിളിക്കാതിരിക്കണേ? നിങ്ങൾ അവനെ വിളി, നമുക്ക് നൈസായിട്ടൊന്ന് റാഗ് ചെയ്ത് വിടാം. ഏത് വേണ്ട വെച്ചു, എന്തിനാവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? എന്റെ പൊന്നു വെച്ചിട്ട് നമ്മൾ ഒന്നാമത് കൊറോണയായിട്ട് ഇവിടെ ആകെ അവസ്ഥയായിട്ട് ഇരിക്കണേയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾ നമ്മൾ ലൊക്കേഷൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ വിളിക്ക് പായി അവനെ. വരട്ടെ, പയ്യൻ വരട്ടെ. നൈസ് മൂഡായിരിക്കും. ടിനു അല്ലേ? ഞാൻ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ, ഒരു ഒഡീഷൻ ഉണ്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാനിപ്പോൾ വരാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സാധാരണ അങ്ങോട്ട് വിളിക്കുമ്പോൾ തള്ളയ്ക്ക് വിളിക്കാം പതിവ്. ഞാനിന്ന് അഭിനയിച്ച് നടക്കും. എന്റെ വെഞ്ഞാറണ്ണാ. എടിയാ, ടൗനോടെ പടമില്ലയോ മിന്നൽ മുരളി? ആ സെറ്റ് മൊത്തം ആരാണ്ട് അടിച്ചു പൊട്ടിച്ചു. അതേതെങ്കിലും വിവരവും ബോധമുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരായിരിക്കും. അടിപൊളി. നമ്മളാ മാർക്കറ്റിലെ സെറ്റ് ടൈപ്പ് ഇല്ലേ? നീ പെട്ടെന്ന് അവിടെ ചെല്ലുക. എടേ, അവിടെ ഒരു രൂപ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വല്ലവരും കയറി തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ബോധമില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറ് വാ. സാറേ, അകത്തെല്ലാവരും വന്നിരിപ്പുണ്ട്. ഞാൻ ഒരു തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. സാർ എടുത്തിയാടിയൊന്നും ചെയ്യരുത്. സാറൊന്ന് പറഞ്ഞേച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഏറ്റല്ലോ? ഉറപ്പാന്നേ? ഉറപ്പാ. ഇയാളിത് എവിടെ പോയി കിടക്കണേ?
കോപ്പനെത്തി. എന്തോന്ന് എല്ലാരും എഴുതിയേക്കണേ, ഇയാളെന്ത് സ്കൂൾ മാഷ. സ്നേഹം നിറഞ്ഞു വരെ, ഇതിപ്പോ ഈ പ്രശ്നം തീർക്കേണ്ടത് നമ്മുടെ രണ്ട് കൂട്ടരുടെയും കൂടെ ആവശ്യമാണ്. ഇവിടെ ഇയാള് നിർത്തടേ. എനിക്ക് തന്ന ഡേറ്റ് അനുസരിച്ചേ എന്റെ പടത്തിൽ വന്ന് അഭിനയിക്കണം. ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ബാക്കിയുള്ളവൻ കുടുംബം വിറ്റ സിനിമ എടുക്കാൻ വന്നേക്കുന്നത്. നാടൊട്ടുക്ക് ചെണ്ടപ്പുറത്ത് കോല് കയറുന്നിടത്തല്ല ഉദ്ഘാടനം നടത്തിയിട്ട് എന്റെ പടത്തിനകത്ത് മാത്രം അഭിനയിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ അളിയെ അറിയാലോ, ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്താണ് ഇനോഗ്രേഷൻ ഒക്കെ, ഇപ്പോഴത്തെ ഒന്നും അല്ല. അളിയനോ? എന്നാടാ നീ എന്റെ അളിയനായി? എന്ത് മനുഷ്യനാടോ? കുറ്റം പറയല്ലേ സാറേ, ന്യൂ ജനറേഷനാ, അതുകൊണ്ട്. എന്തോന്ന് ന്യൂ ജനറേഷൻ ആടി? അച്ഛനെ കയറി മച്ചമ്പീന്ന് വിളിക്കുന്ന ഐറ്റംസ് അല്ലേ ഇതൊക്കെ? കേറി ഇങ്ങോട്ട് മേഞ്ഞാലോ. ഈ സംഘടനകൾ ഇത് കയറി ഇടപെട്ട ഇത് ഇത്രയും വിഷയമായത്. എന്തോണി ചങ്കട. എന്റെ കുഞ്ഞെ, ഇടപെടാതെ എങ്ങനെ ഇരിക്കും? പ്രൊഡ്യൂസർമാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാ കേട്ടോ. കൊറേ നേരായി എഴുന്നേറ്റ് വരുന്നു. എന്താന്ന് വെച്ചാനെ അപ്പഴേ പറഞ്ഞാണ് ഈ സംഘടന കോപ്പ് കേട്ടത് ദൂരെ കളയാന്ന്. വിളിച്ചാനാണ് സമ്മതിക്കാഞ്ഞത്. എന്താണ് ഈ ബഡ്ഡിയതാണ്? തിരിച്ചുവിട്. എന്താണ് ആരാടി അവനൊക്കെ? ഫാനും ഫാൻസും ഒക്കെ കോമ്പൗണ്ടിന് വിളിയില്. അമ്മയ്ക്ക് പ്രസവ വേദനയായിട്ട് കിടക്കാൻ നേരത്താ ഫ്ലക്സ് അടിച്ചോണ്ട് വരുന്നു. എന്ത് വിളിയില്? എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന യുമാർക്കാണ്, മനസ്സിലായോ? മനസ്സിലായി. നിങ്ങളെ തൽക്കാലം നിങ്ങളോട് മാറിയേക്ക്. ഏതമ്മയുടെ ഫ്ലക്സ് ആണ് വെച്ചാല്? നീ വന്നേ എന്റെ ഫാൻസിനെ പറ്റാൻ പറയും. അവന്മാരാ മൂലയ്ക്കെങ്ങാണ്ട് നിന്നോട്ട്. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ, ഈ സംഘടനകൾ ഇടപെട്ടതല്ലയോ നമ്മുടെ വിഷയം. മലയാളത്തിൽ എന്ന് സംഘടന വളർന്നു അന്നു മുതൽ അവന്മാർ തമ്മിലുള്ള സംഘടനവും വളർന്നിട്ടുണ്ട്. രാജേഷേ, ഇടോ മാനേരെ, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ പടത്തിന്റെ ഷൂട്ട് ഉടനെ തീർത്തു തരണം. പിന്നെ നിനക്കെതിരെയുള്ള വിലക്ക് അത് ഞാൻ ഏറ്റു. അത് ഞാൻ മാറ്റിത്തരാം. ഓ വേണ്ട, അത് മതി. പറഞ്ഞ സമയത്ത് സാറിന്റെ ഷൂട്ട് തീർത്തു തരും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഒന്ന് സമ്മതിക്കുവായി. എന്തിന്? പിന്നൊരു കാര്യം, ഈ കാര്യത്തിൽ ഒരു അസോസിയേഷനും ഇടപെടത്തില്ല. അത് ഞാൻ ഏറ്റു. വേണ്ട, നീ ധൈര്യമായിട്ട് പോകും. ഇതുവരെ കേട്ടത്. ഒന്ന് സമ്മതിക്കുമോനെ, ഈ സിനിമയിൽ കയറിയെന്ന് വെച്ചാലേ പൈൽസ് വന്ന മാതിരിയാ. ഒന്ന് ബലം പിടിച്ച പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അറിയാവോ? ഒന്ന് സമ്മതിക്ക് വെച്ചാനേ, നമ്മുടെയൊക്കെ ലൈഫിന്റെ കാര്യമല്ലേ. എന്തേലും ആവട്ടെ. ഓക്കെ. എന്റെ ദൈവമേ. ഹലോ ഹലോ, അതെ രാജേഷ് ചേട്ടാ. ദർശനയോ? എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മറ്റേ ആ സിനിമ കണ്ടു കേട്ടോ, പറന്ന് അടിപൊളി. എന്തോ അഭിനയമായത്. ഓ എന്റെ പൊന്നോ, എന്റെ രോമൊക്കെ എഴുന്നേക്കുന്നു. അവസാനം ആണ്ട ഹെലികോപ്റ്റർ ഓടിക്കുന്ന സീനുണ്ടല്ലോ, അടിപൊളി. അടുത്ത പടത്തിലേ നമുക്ക് കപ്പലൊടിക്കാം. എങ്ങനെയുണ്ട്? അതെ രാജേഷ് ചേട്ടാ, നിങ്ങളുടെ മറ്റേ നടൻ ബെന്നിയുടെ ഇന്റർവ്യൂ കയറി അങ്ങ് വൈറലായല്ലോ. എന്നെ ട്രോളൊക്കെയാന്നേ. ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഈ സിനിമാക്കാർ എന്ത് ചെയ്തു നോക്കി നടക്കുക യവന്മാരെ. അതേപോലെ ഒരു ഇന്റർവ്യൂ എനിക്കൂടെ ഒപ്പിച്ചു തരുമോ ചേട്ടാ? എന്ത് വൃത്തിയോടെ ഉണ്ടെങ്കിലും പറയാൻ ഞാൻ റെഡിയാ. വൃത്തികേട് പറയാനോ? അതെന്തിനാ? ഇപ്പൊ എല്ലാ നടിമാരും അങ്ങനെയാണല്ലോ. മറ്റുള്ളവരും ട്രോളന്മാരെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്ത് വൃത്തിയോടും പറയാനല്ലേ പറ്റൂ. അയ്യോ, അപ്പോ ഇതൊന്നും നിങ്ങളുടെ LCC ചോദിക്കത്തില്ലയോ? ഏയ്, ഞങ്ങളുടെ സംഘടനയോ? നടിമാർക്ക് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ LCC. അവർ നടിമാരെ ഒന്നും പറയത്തില്ല. പക്ഷെ നടിമാരെ ആരെങ്കിലും കയറി നടിമാരെന്ന് വിളിച്ചാ അപ്പൊ കളി മാറും. നടിമാരെന്നല്ല പിന്നെ തോന്നുന്നു നാടോടികൾ വിളിക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തൻ ടച്ച് ചെയ്യിക്കുന്ന ഫോട്ടോ കണ്ടല്ലോ, ആരത്? ടച്ചപ്പാ? അതെന്റെ ബോയ്ഫ്രണ്ടാ. ഓ ബോയ് ഫ്രണ്ട്. പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളിക്കെന്താ പണി? പുള്ളി എന്റെ ബോയ്ഫ്രണ്ട്. ഇതൊക്കെ ഒരു ജോലിയായില്ലയോ? പിന്നെ രാജേഷ് ചേട്ടാ, എന്തായാലും എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം മറക്കല്ലേ. ഇപ്പൊ ഞാൻ വേറൊരു ഇന്റർവ്യൂവിന് വേണ്ടി പൊക്കോണ്ടിരിക്കുക. ഇനി അവിടെ വല്ല വൃത്തിയോടും പറഞ്ഞൊപ്പിക്കണം. എന്നാ ശരി. അതെല്ലാം ഞാൻ ഏറ്റു, ഒന്നും വിഷമിക്കണ്ട. അഷ്ടമുടിക്കാലിൽ ഒറ്റാലി മുക്കി നടന്നവളാ. അന്ന് അവിടെ പേര് ഗീത എന്നായിരുന്നു. ഞാൻ അവൾക്ക് സിനിമയിൽ ചാൻസ് മേടിച്ചു കൊടുത്തപ്പോ ഇപ്പൊ അവിടെ പേര് മാറി, ദർശന. വേണ്ടേ, നിങ്ങളൊരു മയത്തിലൊക്കെ പെമ്പിള്ളേരോട് സംസാരിക്കണേ. ഇവളുമാരൊക്കെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പം മീറ്റു എന്നും പറഞ്ഞുകൊണ്ട് വരും. പിന്നെ മീറ്റു വേണ്ടേ, ഒരു തരത്തിൽ ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ പോയി ബാക്കി ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അകത്ത് വെള്ളപടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ശല്യം ചെയ്യാൻ പോണ്ട കേട്ടല്ലോ. അല്ല അണ്ണാ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ കുറച്ചു മുമ്പ് ഈ സംഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവളുമാരുടെ സംഘടന ഉണ്ടല്ലോ, LCC എന്ന് പറഞ്ഞത്, അതിന്റെ ഫുൾ ഫോം എന്തോന്ന്? LCC എന്ന് പറഞ്ഞാൽ
ലേഡീസ് ക്രിക്കറ്റ് ക്ലബ്ബോ അങ്ങനെ അങ്ങാണ്ട് ഏതാണ്ടാ. ഓ ആണല്ലേ. അല്ല പക്ഷെ അവളുമാരും ഈ CCL ഒന്നും കളിച്ച് കണ്ടില്ല. എടാ അവരൊക്കെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുകയല്ലേ. അമ്മ തീരുമാനിക്കും ഇവരകത്ത് കളിക്കണോ അതോ പുറത്ത് കളിക്കണോ എന്ന്. ആറമ്മ? എടാ ഈ സിനിമാക്കാർക്കെല്ലാം കൂടെ ഒരു അമ്മയുണ്ട്. ഓ ആ അമ്മ. നീ ചെല്ല്, നീ പോയി ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ തീരുമാനിക്കും. ചെല്ല്. LCCയുടെ ഫുൾ ഫോം അറിയാത്തതിന്റെ പേര് PSC പരീക്ഷ ഒരുത്തൻ കഴിഞ്ഞ ദിവസം തോറ്റു. LCCയുടെ ഫുൾ ഫോം അറിയാൻ നടക്കുന്നു. യവനൊക്കെ എങ്ങനെ സംവിധായകനായോ എന്തോ. കൂടെ നടന്ന് കാലി വരാനറിയോ? കാഴി വരടാ മോൻ. ഓ എന്ത് നശിച്ച കാലാവസ്ഥയാടാ, വെയിലും മഴയും ഒരുമിച്ച്. കുറുക്കന്റെ കല്യാണം ആയിരിക്കണ. ലോലവൻ കയറി പോകുന്നു. ലോലനല്ലടാ അവൻ. ഹലോ ജാനുവേ, ഇത് എവിടായിരുന്നു? അറബിക്കടലിളകി വരുന്നുണ്ടേ. വിഷുവൊക്കെയാ വരുന്നേ, നമുക്കൊന്ന് കണിയൊക്കെ ഒന്ന് വെക്കണ്ടേ? എടാ നീ ഇവിടെ തന്നെ നിക്കണം. എന്തേലും ഒരു കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഓടിക്കോന്ന് പറയും. ഓടിക്കണം കേട്ടോ. നായകനാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, നായകന്റെ കൂട്ടുകാരെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. ബ്രോ ഞാൻ ടിനു, എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഓഡിഷൻ മച്ചാനെ 2 minutes അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ചാൻസ് വെച്ച് വന്നവനാ, നമ്മൾ ചുമ്മാ റാഗിയാനെങ്കിൽ വിളിച്ചു. എന്തൊരു ജന്മമാണ് ഇതൊക്കെ രസമല്ലേ, എൻജോയ്. ആണ്ടെ വണ്ടി ഭാഗ്യം ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ഇതെപ്പെട്ടെ ഞാൻ കൊണ്ട് വെച്ച് വണ്ടി എടുത്ത് നിന്റെ അച്ഛൻ ഓടിക്കോടാ. അകത്തേറിയ മോനെ ആരോടിക്കരുത്, എനിക്ക് കൊറോണ. എനിക്കും കൊറോണയാ. ഓ തേഞ്ഞ്. എനിക്ക് കൊറോണ ഇല്ലണ്ണ. എനിക്ക് കൊറോണ ഉണ്ട്. എനിക്കില്ല. എന്തുവാണ് എന്റെ വണ്ടിന്ന് എടുത്തേ? എടുത്തില്ലല്ലോ, എടുക്കാൻ പോവല്ലായിരുന്നു. നമുക്ക് ഒരുമിച്ചെടുക്കാം. അത് വേണോ? വാ മോനെ വാ. ആകാശം കണ്ടാ ശരിയാവത്തില്ലത്. അതെന്താ നീ മയിൽപീലി പറയാൻ വെച്ചിരിക്കുന്നത്? എറാ അതായത് എന്തുകൂടാ ഇത്? ഗ്ലൂക്കോസ് അണ്ണ അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ. ഗ്ലൂക്കോസോ? ആ ഓ പണ്ടാരം തുറന്നു നോക്കി. കളയല്ലേ, വിലപിടിപ്പുള്ള സാധനമാ. തേഞ്ഞ്. ഗ്ലൂക്കോസ് അല്ലയോ? വാ നമുക്ക് ഇച്ചിരി ഗ്ലൂക്കോസ് വെള്ളം കുടിക്കാം. വാ. വേണ്ട, അത് ഞാൻ കുടിക്കൂല, എനിക്ക് മൂത്രത്തിക്കല്ലുള്ളതാ. എടാ പിള്ളേരെ, പോലീസിനെ വിളിടാ. എന്താണ് വെച്ചാനെ, എന്താണ് സീൻ? എന്താടേ പ്രശ്നം? എടാ മയക്കുമരുന്ന് കണ്ടാ തിരിച്ചറിയാനുള്ള വെളിവൊക്കെ എനിക്കുണ്ട്. ഞാനും ഒരുപാട് മയക്കിയിട്ടുള്ളവനാ, മനസ്സിലായോ? നിങ്ങൾ പോലീസിനെ വിളിച്ചോ, പക്ഷെ പെടാൻ പോകുന്ന ഞാൻ അല്ല, നിങ്ങളൊക്കെ തന്നെ. കാരണം എന്നെ പണിയേപ്പിച്ചതേ ദോ അയാളാ. ഞാനോ? ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എന്നെ ഈ പണി ഏൽപ്പിച്ചതേ മുരുകനാ. ഉപ്പൂപ്പി മുരുകൻ. പൂർത്തിയായി. മിസ്റ്റർ ബെന്നി, ഡേറ്റും ഡിഷും ഉള്ളപ്പോൾ നിങ്ങൾ ഈ പടത്തിന്റെ ഷൂട്ട് കഴിയുന്നതിന് മുന്നേ ആ പടത്തിൽ എന്തിനാ പോയി ജോയിൻ ചെയ്ത്? അത് കണ്ടാലും പറയാം. യവന്മാരെ കൊണ്ട് തോറ്റു ഈ ട്രോളന്മാരെ. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക, അത് അങ്ങനെ പറയാം. വായി നോക്കിയുള്ളൂ ഇപ്പൊ ഇന്റർവ്യൂവിന് എടുത്തുവെച്ചാ ട്രോളുന്ന മൊത്തം. ട്രോളന്മാരെന്തോ ചെയ്തു? ഈ ഇന്റർവ്യൂ ചെയ്തല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഈ പത്രക്കാരിങ്ങനെ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, സിനിമക്കാരുടെ മണ്ടക്കോട്ട് കയറാൻ. എന്നാൽ ഇവന്മാരി എന്ന വൃത്തികേടുകൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുമില്ല. ആദ്യം പത്രക്കാരെ ഒതുക്കണം, അവരെ മുളയിലേ നുള്ളണം. ഏതേലും ഒരു മാധ്യമ നീർക്കോലിയെ പിടിച്ച് വല്ല കഞ്ചാവേഴ്സിലും എല്ലാം പെടുത്തിയാ ബാക്കി എല്ലാ അമ്മമാരും ഒന്ന് പേടിക്കും. നോർമലിയേ ബാക്കി എല്ലാ അമ്മമാരും ഒന്ന് പേടിക്കും. നമ്മളിങ്ങനെ സിനിമാക്കാർ മിണ്ടായിരിക്കുന്നോണ്ടാണ് ഇവന്മാർ കയറി മൂക്കുന്നേ. നീ എന്തോ ഉദ്ദേശിച്ചേ? മനസ്സിലായില്ല അണ്ണാ. അതായത് ഇപ്പോ അവന്മാർ ഇങ്ങോട്ട് വെച്ച പണി പോലെ തിരിച്ചോറണം. ഇപ്പൊ നാട്ടുകാർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാ സിനിമാ രംഗത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ബെന്നിച്ചായാലും ബാക്കി യുവ നടന്മാരുമാണ് നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റി നമ്മുടെ ഫാമിലി ഓഡിയൻസിനെയും യങ്സ്റ്റേഴ്സിനെയും നമ്മുടെ കൂടെ നിർത്താൻ ഒരു പറ്റിയ ഐഡിയ. പഴയ SI ബിജു പോലീസ് സ്ഥലം മാറിപ്പോയി, പുതിയ SI നമ്മുടെ സ്വന്തം ആളാ. കഥാ സംവിധാനം ഞാൻ ചെയ്യും, പടം അണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമോ?
ഏതവനാന്നോ? ഹലോ ഡാ മുരുക, കുറച്ച് സ്റ്റഫ് വേണമല്ലോ. സ്റ്റഫോ? അണ്ണാ അത് ഞാനങ്ങ് ലൊക്കേഷൻ എത്തിച്ചേക്കാം. ലൊക്കേഷനിലോട്ടല്ലടാ, ഇത് വേറൊരുത്തൻ്റെ പെടലിക്ക് വെക്കാനാ. പെടുത്താനാ അല്ലേ? അവനെ കഞ്ചാവസി പെടുത്താനാണോ? അണ്ണാ നമുക്ക് അവനെ പെടുത്താൻ അവൻ്റെ വീട്ടുകാരെ പെടുത്താനാ? എന്നാ ശരി, ഓക്കെ, എന്നാ നേരിട്ട് കാണാം. പിന്നെ മറ്റേ കാശിൻ്റെ കാര്യം കൂടെ. ഹലോ മൈരം കാശ് വെച്ചപ്പോൾ തന്നെ സിനിമാക്കാരൻ്റെ ഗുണം കാണിക്കുന്നു. സിനിമാ നാറികൾ വന്ന് കിടപ്പുണ്ട്. അവനാ ഞാൻ പറഞ്ഞ ആള്, മുരുകൻ, ഉപ്പൂപ്പി മുരുകൻ. ഇവനാണോ കുഴപ്പക്കാരനല്ലേ? നമ്മുടെ ടീമാ, കുഴപ്പമൊന്നുമില്ല. എന്നാ വാ നമുക്ക് നോക്കാം. അണ്ണാ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നെ അതൊക്കെ നമ്മുടെ പിള്ളേർ വേണ്ട പോലെ ചെയ്തോളൂ. അണ്ണ ആളാരെന്ന് കാണിച്ചു തന്നാ മതി. ഇതാള്. അണ്ണ എനിക്കവനെ അറിയാണ്ട്. ഇവന്റെ മറ്റേ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. എനിക്കവനെ അറിയാം എനിക്ക്. എവനെയാ നമുക്ക് എടുത്തേണ്ടത്. അയ്യോ, അതിന് മാത്രം വേണം. നമുക്ക് പിള്ളേരുണ്ട് അണ്ണ. അല്ലെ നമുക്ക് പുറത്ത് ആളെ ഇറക്കാവുന്നു. നമുക്ക് ആളെ ഇറക്കിയാലും തല്ലിക്കാം പുറത്തുനിന്ന്. അല്ലടാ, അത് ശരിയാവത്തില്ല. അങ്ങനെ അങ്ങ് വിടാനൊക്കത്തില്ലല്ലോ. നമ്മുടെ ബെന്നിച്ചായനെ കയറി ചൊറിഞ്ഞ ബെന്നിച്ചായ ശ്രമിച്ചാലും നമ്മൾ ഫാൻസിനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെ അങ്ങ് വിടാനൊക്കും. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കയറി കഞ്ചാവെന്ന് വിളിച്ചവനെ തന്നെ കഞ്ചാവ് കേസിപ്പെടുത്തണം. അങ്ങനെ ആകുമ്പോ എല്ലാ മാധ്യമ നാറുകളും ഒന്ന് നാറും. നിനക്ക് മനസ്സിലായോ? നീ ഒരുത്തനും ഒരു സൂപ്പർ സ്റ്റാറിനെ കയറി ചൊറിയാൻ ധൈര്യപ്പെടരുത്. ആ വിധത്തിലുള്ള പണി കൊടുക്കണം. എന്നാലും എന്നാലും നീ പണയുന്ന കേട്ടാ മതി. കാശ് ഒരു പ്രശ്നമല്ല. പാടത്ത് പണി വരമ്പത്ത് കൂലി. ഓക്കെ? ശരി അമ്പ്ര. ഉപ്പൂപ്പി മുരുകൻ പുലുമുരുകന്റെ തന്തയാന്ന് അവന്റെ വിചാരം. എല്ലാം നടക്കൂടെ? സെറ്റാണ്. എന്നാ വാ. പല തരത്തിലുള്ള കൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ്. ലെവന്റെ വണ്ടി കൊണ്ടുവെക്കുന്നു. 5-ാമത്തെ മിനിറ്റിൽ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ബാക്കിയൊക്കെ നമ്മുടെ പിള്ളേർ നോക്കിക്കോളും. പെടലേക്ക് ഇരിക്കൂടെ നമ്മുടെ. അങ്ങനെ ഉപ്പൂപ്പിയുടെ വാക്കും കേട്ട് ചെറുക്കനെ പോലും വിട്ടുവിടാതെ ആ പത്രക്കാരനെ കഞ്ചാവ് കേസിൽ പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. കുറച്ച് കാശ് കടയുമല്ലോ എന്ന് വെച്ചിട്ടാ. അതേസമയം ഇവിടെ നമ്മുടെ ഉപ്പൂപ്പിയുടെ ശിങ്കിടികൾ കൃത്യമായിട്ട് ആ ഓൺലൈൻ പത്രക്കാരൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ സ്പോട്ടിൽ കൃത്യമായി ഞാനെത്തി. വിത്ത് സാധനം. ചുമന്ന വണ്ടി കണ്ടു. ആഹാ, ഞാനും കണ്ടു ചുമന്ന വണ്ടി. നീ മരുന്ന് കൊണ്ടുപോയി ആ വണ്ടിക്കകത്ത് പോയി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പറഞ്ഞു ചുമന്ന വണ്ടി. ഞാൻ കൃത്യമായിട്ട് ആ ചുമന്ന വണ്ടിയിൽ കൊണ്ട് സാധനം വെച്ചു. അങ്ങനെ ആദ്യഘട്ടം സക്സസ്ഫുള്ളായി എന്ന് വിചാരിച്ചു. ടിനു അല്ലേ? ഞാൻ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ, ഒരു ഒഡീഷൻ ഉണ്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാനിപ്പോൾ വരാം. അപ്പൊ തണ്ടാ തീരെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഞാൻ സാധനം വെച്ച വണ്ടി എടുത്തോണ്ട് പോയി. എന്താ ചെയ്യാ? അതെ ബ്രോ, എൻ്റെ വണ്ടിയായിരുന്നു. അങ്ങനെ വേദനിപ്പിക്കുന്ന ട്വിസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കി. വണ്ടി മാറിപ്പോയല്ലിയ മൂഞ്ചി. അങ്ങനെ ആ വെച്ച സാധനം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അവനെയും ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങ് വരെ വന്നത്. അവനാണ് കൃത്യമായിട്ട് നിന്റെയൊക്കെ എണ്ണാക്കി വന്ന് കയറുകയും ചെയ്തു. അണ്ണാന്ന് നോക്കിക്കേ, അവന്മാരെക്കാളും വലിയ ഉടായിപ്പാ ഞാൻ. അവൻ്റെയൊക്കെ തന്തേ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. അവന്മാരോരും അറിയാം ഞാൻ എല്ലാം അങ്ങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നണ്ണാ, അവൻ്റെ തന്തയല്ല എൻ്റെ തന്ത. എടാ നീയേ എന്റെ വാട്സപ്പിലോട്ട് അതൊക്കെ തെളിവ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കയറി കഞ്ചാവെന്ന് വിളിച്ചവനെ തന്നെ
പഴ ഒരു ഉപദേശിക്കാൻ വന്നേക്കുന്നു. നീ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ കഥ പറയാൻ വന്നു. അതെ. ആ കണ്ടേ ആ. നടന്ന കാര്യങ്ങളൊന്നേ ആ വെളിയിൽ ആരും അറിയല്ലേ, ഇല്ല. പറയല്ലേ ആരോടും. അവന് മനസ്സിലാക്കണം സിനിമാ മേഖല ഇത്ര വൃത്തികെട്ട മേഖലയായിരിക്കും. പിന്നല്ലാതെ മോനെ, ഫിലിം ഇൻഡസ്ട്രി അത്ര മോശപ്പെട്ട ഒരു സംഗതിയൊന്നുമല്ല. ചെലവന്മാര് കലാകാരന്മാരുടെ വേഷം കെട്ടി ഇറങ്ങിയതാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായ കുഴപ്പത്തിനെല്ലാം കാരണം. മുൻസേ നീങ്ങ വന്നേ ചോദിക്കട്ടെ, നിന്റെ പേരെന്താ? വാറുണ്ണി. വാറുണ്ണിയോ? അതെന്താണ് അങ്ങനത്തെ പേര്? എന്റെ അച്ഛൻ വലിയൊരു മമ്മൂട്ടി ഫാനായിരുന്നു, അങ്ങനെ ഇട്ട പേരാ. മൃഗയാന്നിടാത്തത് ഭാഗ്യം. മൃഗം? ഏത് മൃഗം? അവനെയൊക്കെ അതൊക്കെ പോട്ടെ. മച്ചാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമല്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന 23-ാം തീയതി ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തോണ്ടെങ്കിൽ പോര്, നമുക്ക് സെറ്റാക്കാം. സെറ്റല്ലേ? എന്തുവാടാ നിന്റെ പേര്? എൻ്റെ പേര് ഓക്കെ. ഓക്കെ, നീ ഓക്കെ ആണല്ലോ ഞാൻ തീരുമാനിക്കും. ആദ്യം നിന്റെ പേര് പറ. പേരാണ് പറഞ്ഞത്. ഓക്കെ, ഓമനക്കുട്ടൻ. എൻ്റെ അപ്പച്ചിയുടെ മോനെ. അപ്പച്ചിയുടെ മോനെ കൊണ്ട് ആദ്യം സ്ഥലം കാലിയാക്ക്. മക്കളെ വാടാ. എടാ മോനെ, നീ ഇനി വന്നെടാ. കേൾക്കാനൊക്കണില്ലല്ലോ. ആ ഓട്ടെ, കുഴപ്പമില്ല, പിന്നെ ചോദിക്കാം. പാം ബാപ്പയേക്കാം. പൊളി. ഡേ നീ 23-ാം തീയതി ആ പയ്യനോട് വരാമെന്ന് പറഞ്ഞത് ശരി തന്നെയാണോ ഡേ? എൻ്റെ പൊന്നുമച്ചനെ ഞാൻ ഈ വൈബ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോട്ടെ, എന്നിട്ടല്ലേ പാടാ. ആഴ്ചയിലാഴ്ചയില ഓരോരോ നായകന്മാർ പലയിടത്തു നിന്നും പൊങ്ങി വരുന്നത്. നോക്കിയും കണ്ട് നിന്നില്ല ഇവന്റെയൊക്കെ ഗതി എന്തോ ആവോ എന്തോ. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങൾ. അങ്ങനെ ടിക്ടോക്ക് നിരോധിച്ചു. അവന്റെ ഒരു അമർലുലു. കളയടാ, ഈ സിനിമ എന്ന് പറയുന്നതേ ഇങ്ങനെയൊക്കെ തന്നെ. ഇനി എന്തോ ഒരു ഉടായ്പ നീ കാണാൻ കിടക്കുന്നു. എടാ മോനെ, ഈ സിനിമ എന്ന് പറയുന്നതേ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആണ്ടേ ഇന്നലെ വന്നു, ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നവന്മാർക്കൊന്നും ഈ പണി പറ്റത്തില്ലടാ. നമുക്കേ ആ റോഷൻ ആൻഡ്രൂസിനെ പോയി കാണാം. നമ്മളെ വളർത്തിവിട്ട പയ്യനെ. വളർത്തി വിട്ടതാ നിങ്ങളാ? എടാ പുള്ളി ഇങ്ങനെ ഓരോരോ സിനിമ പിടിക്കും, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് കൈയടിക്കും, അങ്ങനെ ആളങ്ങ് വളരും. അങ്ങനെ നമ്മൾ വളർത്തിവിട്ട പയ്യനാ. മുരുകനോ? ഹലോ, ആ മുരുക. അയ്യോ എൻ്റെ പൊന്നു മുരുക, വേണ്ട. നീ ഒരു പണി വെച്ച് തന്നതിൻ്റെ ക്ഷീണം ഇവിടുന്ന് മാറി വരുന്നതേ ഉള്ളൂ. കഷ്ടിച്ച അവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ആ ഞാൻ വരാം, വൈകിട്ട് വരാം. ആ വരാം, നീ വെക്ക്. എടാ നിന്നോട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരവേ ആ പ്രൊഡ്യൂസർ എന്തുവാ നിന്നെ മാറ്റി നിർത്തി പറഞ്ഞു? എടാ മോനെ, നീ ഇനി വന്നെടാ. അതെ.